രാജ്ഭവന്റെയും ഗവർണറുടെയും സുരക്ഷയ്ക്കായി സിആർപിഎഫിനെ നിയോഗിച്ചുകൊണ്ടുള്ള ഉത്തരവ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് കൈമാറി. Z+ സുരക്ഷ നൽകുന്നതിന്റെ ഭാഗമായി സിആർപിഎഫിനെ നിയോഗിക്കുന്നുവെന്ന് മാത്രമാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവിലുള്ളത്. ഇതോടെ രാജ്ഭവന്റെ സുരക്ഷയ്ക്ക് പോലീസും സിആർപിഎഫും ഉൾപ്പെടുന്ന സാഹചര്യം കൂടിയുണ്ടാകും. ശാലിനി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശാലിനി, വിശദാംശങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളടക്കമുണ്ടായ സുരക്ഷാ വീഴ്ചയിലാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൃത്യമായ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. രാജ്ഭവന്റെയും ഒപ്പം തന്നെ ഗവർണറുടെയും സുരക്ഷ പൂർണ്ണമായും സിആർപിഎഫിന് നൽകിക്കൊണ്ട് കഴിഞ്ഞ ദിവസം തീരുമാനമായിരുന്നു. ഇതിന്റെ ഔദ്യോഗിക ഉത്തരവാണിപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത്. രാജ്ഭവന്റെയും സുരക്ഷയ്ക്കായി സിആർപിഎഫിനെ നിയോഗിച്ചുള്ള ഉത്തരവ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് ഇന്ന് കൈമാറിയിരിക്കുകയാണ്. ഒപ്പം തന്നെ സുരക്ഷാ ഭാഗമായി സിആർപിഎഫിനെ നിയോഗിക്കുന്നുവെന്ന് മാത്രമാണ് ഈ മന്ത്രാലയത്തിന്റെ ഉത്തരവിലുള്ളത്. രാജ്ഭവന്റെ സുരക്ഷയ്ക്ക് പോലീസും സിആർപിഎഫും ഉൾപ്പെടുന്ന സാഹചര്യവും ഉണ്ടാകും. അത് മാത്രമല്ല, നാളെ ഒരു നിർണായക യോഗം ചേരുന്നുണ്ട്. നാളെ ചേരുന്ന സുരക്ഷാ അവലോകന യോഗമായി പോലീസും കേന്ദ്രസേനയും ഏതൊക്കെ ചുമതലകൾ ഏറ്റെടുക്കണമെന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുക. രാജ്ഭവന്റെ സുരക്ഷാ ചുമതല പോലീസിന് മാത്രമായി ഗവർണർ സുരക്ഷ കേന്ദ്രസേനയ്ക്ക് മാത്രമായി മാറ്റുമോ നാളെ തീരുമാനമുണ്ടാകും എന്നുള്ളതാണ്. ഇതിനൊപ്പം തന്നെ നാളെ യോഗം ചേരണമെന്ന് ആവശ്യപ്പെട്ട് സിആർപിഎഫ് DGPക്കും കത്ത് നൽകിയിട്ടുണ്ട്. സെക്യൂരിറ്റി ചുമതലയുള്ള IGയും ഗവർണറെ ADCയും സിആർപിഎഫ് നാളത്തെ സുരക്ഷാ അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. നിലവിൽ സംസ്ഥാനത്ത് ഗവർണർ ഇല്ല. ഡൽഹിയിലെ ചില പരിപാടികളിൽ അദ്ദേഹം പോയിരിക്കുകയാണ്. 30 സംസ്ഥാനത്തിലേക്ക് അദ്ദേഹം വരികയും ചെയ്യും. ഒരുപക്ഷെ Z+ സുരക്ഷയ്ക്ക് ഒപ്പം തന്നെ ഒരു അന്തിമ തീരുമാനം നാളത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഇപ്പോൾ രാജ്ഭവന്റെ സുരക്ഷ പൂർണ്ണമായും സിആർപിഎഫിന്റെ ഉദ്യോഗസ്ഥർ ഏറ്റെടുത്തിരിക്കുന്നു. രാജ്ഭവന്റെ പ്രധാന കവാടം, ഒപ്പം തന്നെ രാജ്ഭവനകത്ത് ഗവർണർ പോകുന്ന സിആർപിഎഫിന്റെ സുരക്ഷ നിലവിൽ നടത്തിയിരിക്കുകയാണ്. ഇതിലൊരു അന്തിമ തീരുമാനം ഏതൊക്കെ തരത്തിൽ സുരക്ഷ ഒരുക്കണമെന്നൊരു തീരുമാനത്തിൽ യോഗത്തിന് ശേഷമായിരിക്കും അന്തിമമായ ഒരു തീരുമാനം വിലയിരുത്തലും ഉണ്ടാവും. ശാലിനി, അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് അറിയിച്ചിരുന്ന ഒരു കാര്യം, ഈ സുരക്ഷാ ചുമതലയുമായി ബന്ധപ്പെട്ട സിആർപിഎഫിന്റെ ഔദ്യോഗികമായ അറിയിപ്പ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഔദ്യോഗികമായ അറിയിപ്പ് ലഭ്യമാകാത്തതിനാൽ പോലീസ് സുരക്ഷ തുടരും എന്നതാണ്. ഈ രാജ്ഭവനിൽ സിആർപിഎഫ് സുരക്ഷ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് ശാലിനി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗവർണറുടെ സുരക്ഷാ ചുമതലയിൽ മാത്രമല്ല, രാജ്ഭവനിലും സംസ്ഥാന പോലീസ് സുരക്ഷ ഉണ്ടാകുമോ? അത് അന്തിമ വ്യക്തത ഈ ഒരു ഉത്തരവ് വന്നതോടുകൂടി വരികയാണ്. പക്ഷെ അതേസമയം തന്നെ ഏതൊക്കെ മേഖലകൾ, പ്രത്യേകിച്ച് രാജ്ഭവൻ സുരക്ഷ മാത്രം സിആർപിഎഫ് ഏറ്റെടുത്താൽ മതിയോ, അതോ സുരക്ഷ ഗവർണർ പോകുന്ന വീതികളിൽ അന്തിമ വ്യക്തത ശേഷിയായിരിക്കും. നിലവിൽ ഇപ്പോൾ രാജ്ഭവന്റെ സുരക്ഷ ഒപ്പം ഗവർണറുടെ സുരക്ഷ പൂർണ്ണമായും കേന്ദ്രസേനയുടെ കീഴിലാണ്. പോലീസും അതേസമയം തന്നെ സമാന്തരമായി ഗവർണർക്ക് കഴിഞ്ഞ ദിവസം വിമാനത്താവളത്തിലേക്കുള്ള യാത്രയിലടക്കം സിആർപിഎഫിന്റെ വാഹന വ്യൂഹവും ഒപ്പം കേരള പോലീസിന്റെ വാഹന വ്യൂഹവും അദ്ദേഹത്തിന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. മറ്റ് എന്തായാലും ഉത്തരവ് കൈമാറിയിട്ടുണ്ട്. സിആർപിഎഫിനെ നിയോഗിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഗവർണറുടെയും രാജ്ഭവന്റെയും സുരക്ഷയ്ക്കായി.